ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്തുവാനും തിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാനുമായി സിപിഎമ്മിന്റെ 5 ദിവസം നീളുന്ന സംസ്ഥാനതല നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. സിപിഎമ്മിന് കേരളത്തിലുണ്ടായ നിരാശാജനകമായ പരാജയത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാനുള്ള ആഴത്തിലുള്ള ആത്മപരിശോധനയിലാണ് പാർട്ടി. പാലക്കാട് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ പ്രകാശ് കാരാട്ട് പറഞ്ഞത് കടുത്ത നിരാശയുണ്ടാക്കുന്ന പരാജയമാണ് പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടായതെന്നാണ്. അതിൽ സിപിഎം കേന്ദ്ര നേതൃത്വവും അസ്വസ്ഥമാണ്. ശക്തി കേന്ദ്രങ്ങളിലടക്കം അടിസ്ഥാന വോട്ടുകൾ ചോർന്നതും അതിൽ നല്ലൊരു പങ്ക് നേടിയ ബിജെപിയുടെ വളർച്ചയുമാണ് പാർട്ടിയെ പ്രതിരോധത്തിൽ ആക്കിയിരിക്കുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരവും നയപരവുമായ പാളിച്ചകളും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ് ജനവികാരം ഇത്രയും പ്രതികൂലമായി ബാധിച്ചതെന്ന വിമർശനവും വ്യാപകമായി ഉണ്ട്. പക്ഷേ പാർട്ടിയുടെ അച്ചടക്ക മതിൽക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് എത്രത്തോളം തുറന്ന ചർച്ചകളും നടപടികളും ഉണ്ടാകുമെന്നത് എല്ലാവരും ഉറ്റുനോക്കിയതാണ്. പിണറായി വിജയൻ തുടർഭരണം സാധ്യമാക്കിയത് കണക്കിലെടുത്ത് കേരളത്തിലെ കാര്യങ്ങളിൽ തീർത്തും തലയിടാതെ അകലം പാലിക്കുക എന്നതാണ് നാളിതുവരെ കേന്ദ്ര നേതൃത്വത്തിന്റെ പൊതുവെയുള്ള രീതി. ഇത്തരം സമീപനത്തിന് ഒരു മാറ്റമുണ്ടാകുമോ എന്നതാണ് വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്ന അണികളെല്ലാം ഉറ്റുനോക്കിയിരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സിപിഐ തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ യോഗത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. ന്യൂനപക്ഷ പ്രീണനം വഴിവിട്ടു, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം പരാജയ കാരണമായി എന്ന വിലയിരുത്തലാണ് കൌൺസിൽ യോഗത്തിൽ ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തിരിച്ചടിയായി. കൂടാതെ പിണറായി മാറാതെ ഭരണം നന്നാകില്ല എന്നും അടക്കം കടുത്ത വിമർശനങ്ങളാണ് പാർട്ടി അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉന്നയിച്ചത്. ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്ന വസ്തുത അംഗീകരിക്കാൻ മുഖ്യമന്ത്രി മാത്രം വിമുഖത കാട്ടിയപ്പോൾ പിണറായി വിജയന്റെ പതിവ് ധാർഷ്ട്യത്തെ ഭയക്കാതെ മൗനം വെടിഞ്ഞുകൊണ്ട് മുന്നണി ഒന്നാകെ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം തിരിച്ചടി ആയി എന്ന് തന്നെയാണ്. മാത്രമല്ല, ന്യൂനപക്ഷ പ്രീണനം പരിധി വിട്ടു, മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു, പൗരത്വ നിയമത്തിന് എതിരായ യോഗങ്ങൾ മതയോഗങ്ങളായി മാറിയെന്നും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ട് പാർട്ടി നടത്തിയ നീക്കങ്ങൾ വേണ്ട ഫലം കണ്ടില്ല എന്നും അതുമൂലം പരമ്പരാഗത വോട്ടർമാർക്കിടയിൽ ഉണ്ടായ ആശങ്ക ബിജെപി മുതലെടുത്തു എന്നുമുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ന്യൂനപക്ഷങ്ങളോടുള്ള സിപിഎമ്മിന്റെ നിലപാടിനെതിരെ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി രൂക്ഷ വിമർശനങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇന്നലെ രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മുസ്ലിം വോട്ടുകൾ തട്ടിയെടുക്കുവാൻ സിപിഎം ശ്രമിച്ച് സമസ്തയെ ദുരുപയോഗപ്പെടുത്തി എന്നതാണ് അദ്ദേഹം ആരോപിച്ചത്. കൂടാതെ ഈഴവ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടു, കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ തുടങ്ങി വടക്കേയറ്റം വരെ നടത്തിയ നവകേരള സദസ്സ് ദൂർത്തായി മാറിയെന്നും വിമർശനങ്ങൾ ഉയർന്നു. നവകേരള സദസ്സിനായി വലിയ രീതിയിലുള്ള പണപ്പിരിവാണ് നടന്നത്. മാത്രമല്ല, ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണം പിരിച്ചു. ഒപ്പം സർക്കാരിലെ മന്ത്രിമാരുടെ പ്രകടനം മോശമായെന്നും അംഗങ്ങൾ തുറന്ന് അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന ജില്ലാ കൌൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉയർന്നത്. മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ല എന്നിവരെ യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടപ്പോൾ തോൽവിയുടെ ഏക ഉത്തരവാദിത്തം പിണറായി വിജയൻ മാത്രമായി മാറി. രാജ്യസഭാ സ്ഥാനാർത്ഥിത്തിനെതിരെയും യോഗത്തിൽ വിമർശനങ്ങൾ ഉയർന്നു. പി സുനീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത്. ന്യൂനപക്ഷമെന്ന പരിഗണനയിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. ഇത് സിപിഐയുടെ രീതിയല്ല. ഇത്തരം പ്രവണതകൾ ഗുണം ചെയ്യില്ല. CK ചന്ദ്രപ്പന്റെയും വെളിയം ഭാർഗവിന്റെയും കാലത്തെ പോലെ തിരുത്തൽ ശക്തിയാകാൻ സിപിഐക്ക് കഴിയുന്നില്ല എന്നും വിമർശനം ഉയർന്നു. ആലപ്പുഴ ഉൾപ്പെടെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായ വോട്ട് ചോർച്ച പാർട്ടി വൃത്തങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. പലയിടത്തും പ്രാദേശിക ഭിന്നത മറനീക്കി പുറത്തു വന്നതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തലാണ്. രാജ്യത്താകെ ഉണ്ടായ ബിജെപി വിരുദ്ധ വികാരമാണ് കേരളത്തിൽ UDFന് ഗുണം ചെയ്തതെന്നും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നും സ്ഥാപിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയ്ക്കുള്ളിലും പുറത്തും കിണഞ്ഞു ശ്രമിച്ചപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ പല നേതാക്കളും ഭരണത്തിൽ തിരുത്തൽ വേണമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നപ്പോൾ വ്യക്തത വരുത്തേണ്ട മുഖ്യമന്ത്രിയും കുടുംബവും മൗനം പാലിക്കുകയും പാർട്ടി കണ്ണടച്ച് ന്യായീകരണത്തിന് ഇറങ്ങുകയും ചെയ്തത് തിരിച്ചടിയായെന്ന് വിമർശനവും ഉയരുന്നുണ്ട്. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ BJP നേതാവായ പ്രകാശ് ജാവ്ദേക്കറുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയത് പുറത്തായത് പാർട്ടിയുടെ BJP വിരുദ്ധ നിലപാടിനെ തന്നെ ചോദ്യം ചെയ്യുന്നതായി. എന്നാൽ EPയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. ചില സാമുദായിക ഘടകങ്ങൾ അനുകൂലമാക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളും പ്രചാരണവും തിരിച്ചടിയായെന്നും വിമർശനമുണ്ട്. ഇന്ന് സംസ്ഥാന നേതൃയോഗങ്ങൾ തുടർച്ചയായി ചേരാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് തൊട്ടു മുൻപായാണ് തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ ചേർന്ന് യോഗത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. സിപിഎമ്മിന്റെ ഇന്ന് ചേരാനിരിക്കുന്ന നേതൃയോഗങ്ങളിൽ ഈ ഉന്നയിക്കപ്പെട്ട
വിഷയങ്ങളെല്ലാം പരിഗണിക്കണം, ഉയർന്നു വന്ന പ്രതികൂല സാഹചര്യങ്ങൾ ചർച്ച ചെയ്യണം, തിരുത്തലുകൾക്ക് വിധേയമാകണം എന്നതിന് ഒരു മുന്നറിയിപ്പായി തന്നെ ഇന്നലെ കൗൺസിൽ ചേർന്ന യോഗത്തെ വിലയിരുത്താൻ സാധിക്കും. മുന്നറിയിപ്പ് എന്നതിനപ്പുറം യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട അജണ്ടയുടെ മിനിറ്റ്സ് CPI തങ്ങളുടെ വിമർശനങ്ങളിലൂടെ അനൌദ്യോഗികമായെങ്കിലും തയ്യാറാക്കി കൊടുക്കുന്നു എന്ന് കൂടി വേണമെങ്കിൽ അനുമാനിക്കാം. ഇന്നലെ ചർച്ച നടന്നെങ്കിലും ആ വാർത്തകൾ ഇന്ന് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും അത് ഇന്ന് നടക്കുന്ന CPMന്റെ ചർച്ചകളെ സ്വാധീനിച്ചേക്കാവുന്ന ഒരു ഘടകം കൂടിയാണ്. നേതൃയോഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഉള്ളതാണ് എന്നും പറയാൻ സാധിക്കും. ഉയർന്നു വന്ന വിമർശനങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തിരുത്തൽ നടപടികൾ ഉണ്ടാകുമോ, ഇത് മുഖവിലക്കെടുത്ത് ഒരു ചർച്ചയ്ക്ക് വേദിയാകുമോ എന്ന് തുടങ്ങുന്ന നേതൃയോഗങ്ങൾ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.